അപ്പം നമ്മുടെ ഇന്നത്തെ കഥ, നമ്മുടെ ഈ ലോകം ഒരൊറ്റ കാര്യത്തിൻ്റെ പിന്നാലെയാണ് ഓടുന്നത്: പണം. അതുണ്ടാക്കാൻ രണ്ട് മാർഗങ്ങളുണ്ട്: നേരായ മാർഗം, തെറ്റായ മാർഗം. വലിയ വലിയ ഡ്രഗ് കാർട്ടൽസ് അവരുടെ പൈസയെല്ലാം പൂഴ്ത്തി വെക്കുന്ന കുറച്ച് വീടുകളുണ്ട്. അതിനെ സ്റ്റേഷ് ഹൗസ് എന്നാണ് വിളിക്കുക. ഈ സ്റ്റേഷ് ഹൗസ് റെയ്ഡ് ചെയ്യാനായിട്ട് കുറച്ച് പോലീസുകാർ പോകുന്നു. എമൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ട്, ഏകദേശം 20 മില്യൺ. ഇത്രയും അധികം ക്യാഷ് കാണുമ്പോൾ പോലീസുകാരുടെ കണ്ണു മഞ്ഞളിച്ചാൽ പിന്നീട് എന്താണ് നടക്കുക? ഇതങ്ങനെയുള്ളൊരു കഥയാണ്, കുറച്ച് കറപ്റ്റഡ് പോലീസുകാരുടെ കഥ. ഇത്ര മാത്രമേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ, ബാക്കി നിങ്ങളായിട്ട് കണ്ടറിയുക. അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. മയാമി സിറ്റി, അവിടെയാണ് ഈ കഥയുടെ ആരംഭം. TNT എന്ന് പറയുന്ന ഒരു നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ക്യാപ്റ്റനാണ് ഡിറ്റക്റ്റീവ് ജാക്കി വെലസ്. നല്ല മഴയുള്ളൊരു രാത്രി. ജാക്കി എങ്ങോട്ടോ ധൃതി പിടിച്ചു പോകുന്നു. അവൾക്ക് എന്തോ ലക്ഷ്യമുണ്ട്. അങ്ങനെ ജാക്കി ആർക്കോ ഫോൺ ചെയ്യുന്നു. മറുവശത്തുള്ള ആള് ഒരു സ്ത്രീയാണ്. അവളാണെങ്കിൽ ആകെ പാനിക്കായിട്ടാണ് ഇരിക്കുന്നത്. ക്യാപ്റ്റൻ, ഞാൻ ആകെ പേടിച്ചിരിക്കുകയാണ്. എന്നെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട്, ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ആ സ്ത്രീ ചോദിക്കുന്നത്. എടോ, താൻ വെറുതെ പാനിക്കാവല്ലേ, ഞാൻ വരും, തന്നെ രക്ഷിക്കും എന്നും പറഞ്ഞ് വാക്ക് കൊടുക്കുകയാണ് ജാക്കി. പെട്ടെന്നാണ് ജാക്കിക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത്. അതും മാസ്ക് ധരിച്ച് 2 പേര് അവളെ കൊല്ലാൻ നോക്കുന്നു. ജാക്കി അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അവളെ അവർ കൊല്ലുന്നു. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് ജാക്കി ആർക്കോ മെസ്സേജ് അയക്കുന്നു. മെസ്സേജ് അയക്കാന്ന് മാത്രമല്ല, അറ്റാക്ക് ചെയ്യാൻ വന്നവർക്ക് ഫോൺ കിട്ടാതിരിക്കാൻ വേണ്ടി അതങ്ങ് വെള്ളത്തിലോട്ട് വലിച്ചെറിയുന്നു. അങ്ങനെ അവിടെ വെച്ച് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. നേരത്തെ പറഞ്ഞ നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റായ TNTയെ FBI ചോദ്യം ചെയ്യുന്നു. സ്വന്തം ടീമായ TNT ആണ് അവളെ തീർത്തതെന്ന് പൊതുവേ ഒരു സംസാരമുണ്ട്. അതിനൊരൊറ്റ കാരണം മാത്രം: പണം. ഈ നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റായ TNT മെയിൻലി പിടിച്ചെടുക്കാറ് ഡ്രഗ്സും ക്യാഷും ആണ്. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് പിടിച്ചെടുക്കുന്ന ക്യാഷിന്റെ അളവ് കൂടിക്കൊണ്ടേയിരുന്നു. ആൻഡ് കറപ്റ്റഡ് പോലീസുകാരുടെ എണ്ണം അതേപോലെ തന്നെ കൂടുന്നുണ്ട്. സ്വന്തം ടീമിനെ സംശയിക്കാൻ ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും വേണ്ട. റോ, സെലസാർ, ബാപ്റ്റൈസ്, ബയൺ, ഡെയിൻ, ഇവരാണ് ജാക്കിയുടെ കീഴിലുണ്ടായിരുന്ന TNT ടീം. അവരെ മാറി മാറി ചോദ്യം ചെയ്യാണ് FBI. ഈ ഡെയിനാണ് ഇവരുടെ ഇപ്പോഴത്തെ കമാൻഡർ. ആൻഡ് ബയൺ അവൻ്റെ ആത്മാർത്ഥ സുഹൃത്തും. ബയൺക്ക് കിട്ടേണ്ട പ്രമോഷൻ അടക്കം ഡെയിനാണ് കൊടുത്തിട്ടുള്ളത്. അവർ തമ്മിൽ അത്രയും അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഡെയിനിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് മോശമാണ്. അവൻ്റെ മകൻ മരണപ്പെട്ടു, ക്യാൻസർ ആയിരുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ആണെങ്കിൽ പറയാൻ വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെൽ എന്ന് പറയുന്ന ഒരു FBI ഓഫീസർ ബയണിനെ ചോദ്യം ചെയ്യുന്നത്. ബയൺ, നീയും മരിച്ച ജാക്കിയും തമ്മിൽ റിലേഷനായിരുന്നോ? എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ നിന്റെ ജാക്കി എവിടുന്നോ കുറച്ച് ക്യാഷ് പിടിച്ചെടുത്തു. അത് നിങ്ങൾക്ക് വേണമെന്നും പറഞ്ഞ് നിങ്ങളും ജാക്കിക്ക് വേണമെന്നും പറഞ്ഞ് ജാക്കിയും തർക്കിച്ചു. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ അവളെ കൊന്നു. ഇത് കേട്ടേക്ക് ബയണാണെങ്കിൽ ഡെല്ലിൻ്റെ കുത്തിന് പിടിക്കുന്നു. ഇത് കണ്ടേക്ക് ഇവരുടെ ചീഫ് ഞെട്ടിയിരിക്കുകയാണ്. ഒരു വിധത്തിലാണ് എല്ലാവരും കൂടെ പിടിച്ചു മാറ്റുന്നത്. എടോ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇത് കേട്ടേക്ക് ഡെയിൻ പറയാണ്, സാറേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതവൻ്റെ അനിയന്. അപ്പോഴാണ് ഡെൽ ആൻഡ് ബയൺ ബ്രദേഴ്സാണ് നമുക്കങ്ങ് റിവീലാക്കി തരുന്നത്. ഇവന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണെടുത്താൽ കണ്ടുകൂടാ, എപ്പോൾ കണ്ടാലും കീരിയും പാമ്പുവാ. അത് മാത്രമല്ല, ഡെല്ല് പറഞ്ഞതുപോലെ ബയൺ ആൻഡ് ജാക്കി റിലേഷനിലായിരുന്നു. അങ്ങനെ ഡെയിനും ബയണും കൂടെ സംസാരിക്കുന്നു. ഇവർക്ക് 2 പേർക്കും ഭ്രാന്ത് കയറിയിട്ടാണ് ഇരിക്കുന്നത്. ബാക്കിയുള്ള പോലീസുകാർ പറയുന്നതനുസരിച്ച് ജാക്കി ഒരു കറപ്റ്റഡ് പോലീസുകാരിയാണ്. അവളെ കൊന്നത് അവളുടെ സ്വന്തം ടീമും. ഇതൊക്കെ കേട്ടാ ഭ്രാന്ത് കയറാണ്ടിരിക്കുമോ? ബയൺ, എനിക്ക് മതിയായി ഈ പോലീസ് ജോലി. ചുമ്മാ ഓരോന്നിൻ്റെ പിന്നാലെ പോയിട്ട് എൻ്റെ ലൈഫേ തീർന്നുകൊണ്ടിരിക്കാൻ. ഇതെല്ലാം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ. എടാ, ജാക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, ചുമ്മാ ജീവിക്കുക അടുത്ത സൺറൈസ് കാണാനായിട്ട്. ജീവിക്ക് പുതിയൊരു സൺറൈസിന് വേണ്ടി. അങ്ങനെ ബയൺ ബാക്കിയുള്ള ടീമിനെ കാണാൻ പോകുന്നു. ഇവരും ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോഴാണ് റോ ഒരു കാര്യം ചോദിക്കുന്നത്, സാറേ ഈ സ്റ്റേഷ് ഹൗസ് റിയൽ ആണോ? വലിയ വലിയ ഡ്രഗ് കാർട്ടൽസ് അവരുടെ ക്യാഷ് പൂഴ്ത്തി വെക്കുന്ന സ്ഥലമാണ് സ്റ്റേഷ് ഹൗസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടാവും. ഈ സ്റ്റേഷ് ഹൗസ് കൊള്ളയടിക്കാനായിട്ട് കുറേ പോലീസുകാരും ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം വെറൊരു കെട്ടുകഥയാണ് ബയൺ പറയുന്നത്. എന്നാൽ ആ സമയത്താണ് ഡെയിനൊരു മെസ്സേജ് വരുന്നത്, അതും വലിയൊരു സ്റ്റേഷ് ഹൗസിൻ്റെ അഡ്രസ്സ്. ഇത് കണ്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ്. അത് ഫേക്കാണോ അല്ലേ ഒന്നും അറിയില്ല. തൽക്കാലം പോവണ്ടെന്നാണ് തീരുമാനം. പക്ഷെ അപ്പോഴാണ് തൻ്റെ മകനെക്കുറിച്ച് ഓർക്കുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരൻ പോവാൻ തീരുമാനിക്കുന്നു. ആൻഡ് അതിനൊരു വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. അതെന്താന്നും ഏതാന്നും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഇത്രയും വലിയ ടാങ്കും കൊണ്ടുവരുന്ന ഇങ്ങേരാണ് DEA ഏജന്റായ അലക്സ്, ഇവരുടെ മറ്റൊരു സുഹൃത്ത്, പ്രത്യേകിച്ച് ബയൻ്റെ. അങ്ങനെ ഈ സമയത്താണ് ഡെയിൻ വരുന്നത്.
ഗൈസ്, നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ളൊരു വീട്ടിൽ ഇല്ലീഗലായിട്ട് ക്യാഷ് ഇരിപ്പുണ്ട്. മിക്കവാറും ഡ്രഗ് മണി ആയിരിക്കും. സോ ഒന്ന് പോയിട്ട് വരാം, കമോൺ എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങുന്നു. ഇവിടെ സെലസാർ, ബാപ്റ്റൈസ്, റോ ഇവരോരോരുത്തരും ഒരൊറ്റ ചോദ്യം മാത്രമാണ് ചോദിക്കുന്നത്. ക്യാഷ് എന്ന് പറയുമ്പോൾ എത്രയുണ്ടാവും? എന്നാൽ ഇങ്ങേർക്കാണെങ്കിൽ കറക്റ്റ് എമൗണ്ട് ഒന്നും അറിയില്ല. ഇവിടെ അടുത്തുള്ളൊരു വീടാണ് സ്റ്റേഷ് ഹൗസ്, അതേപോലെ അവിടെ ഇഷ്ടം പോലെ ക്യാഷും ഉണ്ട്. ഇത്ര മാത്രമേ ഡെയിൻ അറിയൂ. അതുകൊണ്ട് ഓരോരുത്തരോടും പല പല എമൗണ്ടാണ് പറയുന്നത്. സെലസാറിനോട് 70 ഗ്രാൻഡ്, റോയോട് 150K, ബാപ്റ്റൈസിനോട് 300K. അങ്ങനെ എല്ലാവരും കൂടെ യാത്ര തിരിച്ചു അവരുടെ പേഴ്സണൽ വണ്ടികളിൽ. ഈ സമയത്താണ് ഡെയിൻ്റെ കൈകളിൽ 2 ടാറ്റുകൾ കാണിക്കുന്നത്, അതും അക്ഷരങ്ങൾ മാത്രം. അങ്ങനെ അഡ്രസ്സിലെത്തി. അവിടെയുള്ള വീടുകളിൽ ഒരൊറ്റ മനുഷ്യനില്ല, മൊത്തം കാലിയായിട്ടാണ് കിടക്കുന്നത്, ഒരു അബാൻഡൻ സ്ട്രീറ്റ് പോലെ. എന്നാൽ ഇവർ വന്നിരിക്കുന്ന അഡ്രസ്സിൽ ഒരു സ്ത്രീയുണ്ട്, അവളുടെ പേരാണ് ഡെസി. ഇവിടെ കയറി സെർച്ച് ചെയ്യാനൊന്നും ഡെസി സമ്മതിക്കുന്നില്ല. മാം, നിങ്ങളുടെ വീട്ടിൽ മയക്കമരുന്നുള്ളതായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് സെർച്ച് ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അകത്തോട്ട് കിടക്കുന്നു. ക്യാഷിൻ്റെ കാര്യം ഇപ്പം തന്നെ പറഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഡ്രഗ്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അകത്ത് കയറുന്നത്. ഇവരൊരു പട്ടീനെയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അതാണെങ്കിൽ വമ്പൻ കൊര. ഈ പട്ടിക്കാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. ഡ്രഗ്സ് കണ്ടാൽ അത് കുരക്കത്തില്ല, എന്നാൽ പണത്തിൻ്റെ സ്മെല്ലടിച്ചാൽ കുരക്കും. ഇതറിഞ്ഞപാട് ഡെസിയാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ വീടാകെ വൃത്തിയില്ലാണ്ട കിടക്കുന്നത്. നാട്ടിലുള്ള സകലമാനാക്രിയും ഇതിനകത്തുണ്ട്. അങ്ങനെ ഈ സമയത്താണ് പട്ടി മേളിലൊരു ഡോറ് കാണുന്നത്. സോ കൊരയോട് കൊര. ഡെസി, ഇവിടെ നീയല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സാർ, ഇവിടെ ആരുമില്ല. അതേപോലെ ഡ്രഗ്സും ഇല്ല. മോളെ ഡെസി, ഞങ്ങളുടെ ഈ പട്ടി ഉണ്ടല്ലോ, ഡ്രഗ്സ് കണ്ടാൽ കുരക്കാറില്ല, എന്നാൽ പണം കണ്ടാൽ കുരക്കും എന്നും പറഞ്ഞാൽ ഡോറങ്ങ് തുറക്കുന്നു. ഇത്രയും വൃത്തികേടായിട്ട് കിടക്കുന്ന ഈ വീടിനുള്ളിൽ ഒരേ ഒരു സ്ഥലം മാത്രം നീറ്റ് ആൻഡ് ക്ലീൻ. സോ ഇതിനകത്ത് എന്തോ ഉണ്ട്. ഡെസിയാണെങ്കിൽ അറിയില്ല, ഇന്നേ വരെ മുകളിലോട്ട് കയറിയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ പോലീസുകാർക്ക് പറ്റുന്നില്ല. ഈ സമയത്താണ് ആ റൂമിൻ്റെ ഉള്ളിൽ 2 വയറ് കാണുന്നത്. ഇത് കണ്ടേക്ക് ബയൺ ചുമ്മാ ഒന്ന് വലിച്ചു നോക്കുന്നു. പെട്ടെന്നാണ് അറ പോലെയുള്ള എന്തോ ഒന്ന് അങ്ങ് തുറക്കുന്നത്. അതിനകത്ത് റെഡ് കളറിൽ എന്തോ ഉണ്ട്. പിന്നെ അവരൊന്നും നോക്കിയില്ല, എത്രയും വേഗം ചുവര് പൊളിക്കാനാണ് പറയുന്നത്. അതേസമയം ഡെയിനും ബയണും കൂടെ ഡെസീനെ ചോദ്യം ചെയ്യുന്നു. ഇതവളുടെ ഗ്രാൻഡ് മദറിൻ്റെ വീടാ. കഴിഞ്ഞ മാസം അവർ മരണപ്പെട്ടു. ഇത്രയും വർഷക്കാലം തൻ്റെ ഗ്രാൻഡ് മദറിനെ നോക്കിയത് ഡെസിയാണ്. അവൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ വീട് ഇതിനേക്കാൾ മോശമായിട്ടാണ് കിടന്നിരുന്നത്. ഇത്രയിലും ആക്കിയെടുത്ത് ഡെസിയാണ്. അവൾക്കൊരു സിസ്റ്റർ ഉണ്ട്. ഗ്രാൻഡ് മദറിന്റെ സ്വത്തടിച്ച് മാറ്റാന്നല്ലാണ്ട് സിസ്റ്ററിന് വേറെ പരിപാടിയൊന്നുമില്ല. ഡെസി, ഇവിടുന്നെങ്ങാനും ക്യാഷ് കിട്ടിയാൽ നീ അകത്താവും. സാറേ, ഇതെൻ്റെ വീടല്ല, എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വീടാ. അതും സ്വത്തിൻ്റെ പേരിൽ കേസ് അടക്കുന്ന വീട്. സോ എനിക്ക് രക്ഷപ്പെടാൻ ഇത് മാത്രം മതി. സത്യം പറഞ്ഞാൽ ഇവള് പറഞ്ഞ ഈ പോയിന്റ് ഉണ്ടല്ലോ, വക്കീലുമാരും പോലീസുകാരും പറഞ്ഞു കൊടുക്കുന്ന ലൂപ്പ് ഹോളാണ്. അതെങ്ങനെ ഒരു നോർമൽ വ്യക്തിയായ ഡെസിക്ക് അറിയുന്നത്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെസി ഡെയിനിൻ്റെ കയ്യിലെ ടാറ്റു കാണുന്നത്. AWTGG, അതിൻ്റെ ഫുൾ ഫോം ആർ വി ദ ഗുഡ് ഗൈസ് എന്നാണ്. അപ്പുറത്തെ കൈയിൻ്റെ മേളിലും ഉണ്ട് മറ്റൊരു ടാറ്റു, WAAWB, വി ഓൾവേസ് വിൽ ബി. ഇങ്ങനൊരു ടാറ്റു കുത്താൻ ഒരു കാരണമുണ്ട്. അതെന്താണെന്നും ഏതാണെന്നും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ അവരാ ചുവരങ്ങ് പൊളിക്കുന്നു. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ബക്കറ്റുകളാണ്. ആ ബക്കറ്റിൻ്റെ ഉള്ളിൽ കെട്ടുകണക്കിന് ക്യാഷും. ഒരു ബക്കറ്റിൻ്റെ അകത്ത് തന്നെ ഏകദേശം 1.4 മില്യൺ ഉണ്ട്. അവിടെയുള്ള മുഴുവൻ ബക്കറ്റും കൂട്ടിയാൽ 20 മില്യൻ്റെ അടുത്ത് വരും. ഇത് കണ്ടേക്ക് ഇവരാണെങ്കിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡെയിൻ. ഞെട്ടാന്ന് മാത്രമല്ല, അവനാകെ പാനിക്കാവുന്നു. അവനപ്പം തന്നെ ബാക്കിയുള്ളവരുടെ ഫോൺ അങ്ങ് വാങ്ങി വെക്കുന്നു, അവരോട് വിശ്വാസമില്ലാത്ത പോലെ. എന്നാൽ ബയൻ്റെ ഫോൺ മാത്രം വാങ്ങുന്നില്ല. നീ ഇതെന്താ കാണിക്കുന്നത്? ഇത് കേട്ടേക്ക് പുള്ളിക്കാരൻ ബയനോടൊരു നുണ പറയുന്നു. എടാ, 300K എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇതിപ്പോൾ 20 മില്യൺ ഉണ്ട്. ഇതെന്തോ ചതിയാ. എത്രയും വേഗം ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തണം. ഇവിടെ വെച്ചിട്ടല്ല, ഗ്യാരേജിൽ വെച്ചിട്ട്. എമൗണ്ട് എത്രയാണെന്നറിയാത്ത ഡെയിൻ എന്തിനായിരിക്കും 300K എന്ന കള്ളം പറയുന്നത്? അത് മാത്രമല്ല, ഇവരുടെ മേജറിനെ വിളിക്കാനോ മേളിലോട്ട് റിപ്പോർട്ട് ചെയ്യാനോ അങ്ങേര് സമ്മതിക്കുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്കാണെങ്കിൽ പല ഡൗട്ടും അടിക്കുന്നു. പിന്നെ ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തുന്നതിന് ഒരു കാരണമുണ്ട്. ഓൾറെഡി കറപ്റ്റഡ് പോലീസുകാർ കുറേ ഉള്ളതുകൊണ്ട് പിടിച്ചെടുക്കുന്ന എമൗണ്ട് കൃത്യമായിട്ട് മേളിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റണം. ഇവർ റിപ്പോർട്ട് ചെയ്യുന്ന പൈസയിൽ നിന്ന് $1 എങ്ങാനും കുറഞ്ഞാൽ അല്ലെങ്കിൽ കൂടിയാൽ മേലുദ്യോഗസ്ഥർക്ക് സംശയിക്കാൻ അത് ധാരാളം. ഡെയിൻ ജാക്കി മരിക്കുന്നതിന് മുമ്പ് വലിയൊരു സ്റ്റേഷ് ഹൗസിനെ കുറിച്ച് എന്നോട് സൂചിപ്പിച്ചിരുന്നു. അതാണോ ഇത്? എനിക്കറിയില്ല. എടാ, ഞാൻ പറയുന്നു കേൾക്ക്. നമുക്ക് മേജറിനെ റിപ്പോർട്ട് ചെയ്യാം. എന്നാൽ എത്ര പറഞ്ഞിട്ടും ഡെയിൻ സമ്മതിക്കുന്നില്ല. ഇതിൻ്റെ ഇടയിലാണ് മക്കൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി സെലസാർ അവളുടെ ഫോൺ ചോദിക്കുന്നത്.
പക്ഷെ യാതൊരു കാര്യമില്ല. അങ്ങനെ മേജറിന്റെ കാര്യം പറഞ്ഞ് ബയേണും ഡെയിനും കൂടെ തർക്കിക്കുന്നു. ഈ സമയത്താണ് ഡെസി ഒരു കാര്യം പറയുന്നത്. സാറേ, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എടുക്കാൻ പറ്റുന്ന ക്യാഷ് കൊടുത്ത് എത്രയും വേഗം സ്ഥലം വിടാൻ നോക്ക്. അതാ എല്ലാവർക്കും നല്ലത്. ഇതിന്ന് ഒരു കാര്യം മനസ്സിലായി, പൈസയുടെ പുറകിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പോലീസ് വണ്ടി അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ടേക്ക് ബയേണും ഡെയിനും കൂടെ വേഗം തന്നെ പുറത്തേക്ക് പോകുന്നു. ലോക്കൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കറപ്ഷന്റെ അങ്ങേയറ്റം. സ്റ്റേഷ് ഹൗസ് കൊള്ളയടിക്കാൻ വരുന്ന പോലീസുകാരെക്കുറിച്ച് ഓൾറെഡി ഒരു കെട്ടുകഥയുണ്ടല്ലോ. സ്റ്റേഷ് ഹൗസ് റിയൽ ആയ സ്ഥിതിക്ക് കൊള്ളയടിക്കാൻ വരുന്ന പോലീസുകാരും റിയൽ ആയിരിക്കും. അതുമാത്രമല്ല, വന്നിരിക്കുന്ന 2 പോലീസുകാരും പണ്ട് വികാറ്റ് എന്ന് പറയുന്ന ടീമിലുണ്ടായിരുന്ന ആൾക്കാരാണ്. വികാറ്റ് വയലന്റ് ക്രിമിനൽ അപ്രഹെൻഷൻ ടീം. പക്ഷേ ഈ ടീമിനകത്ത് വെറും കറപ്ഷൻ മാത്രമായിരുന്നു. അതുകൊണ്ട് ആ ടീമിനെയും പിരിച്ചുവിട്ടു, പലരുടെയും ജോലിയും പോയി. എന്നാൽ പോലീസ് യൂണിയൻ വഴി പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ഇവരോരോരുത്തരെയും നിയമിച്ചു. ഇവർക്കാണെങ്കിൽ വമ്പൻ മൊട. സാറുമാരെന്താ ഇവിടെ, ഞങ്ങൾ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നതാ, നിങ്ങൾ ചെല്ല്. എന്നാലും പറ ഡാ, നിന്നേക്കാൾ ഹൈ റാങ്കിലിരിക്കുന്ന ആൾക്കാരാ ഞങ്ങൾ. ചുമ്മാ ചൊറിയാൻ നിൽക്കാണ്ട് ചെല്ലാൻ നോക്ക് എന്നും പറഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞു വിടുന്നു. എന്നാൽ മൊത്തത്തിലൊരു പന്തികേടുണ്ട്. സോ എത്രയും വേഗം വെസ്റ്റും ഗണ്ണൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കാനാ ഇവരുടെ പ്ലാൻ. ഓൾറെഡി ഡെസി ഇവർക്കൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. സോ ക്രിമിനൽസ് ആണോ പോലീസുകാരാണോ വരിക എന്നുള്ളത് ഒരു പിടുത്തവുമില്ല. ഇവിടെ ബാക്കിയുള്ളവരാണെങ്കിൽ ആകെ ഭ്രാന്ത് കയറിയിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ നിന്ന് ഫോൺ വാങ്ങാന്നൊക്കെ പറയുമ്പോൾ അവരെ വിശ്വാസമില്ലാത്തതുപോലെയാണ്. എന്തായാലും ഡെയിൻ പറഞ്ഞതുപോലെ അകത്തുള്ള മുഴുവൻ ക്യാഷും കൊണ്ട് ഗ്യാരേജിലെത്തി എണ്ണി തിട്ടപ്പെടുത്താനായിട്ട്. ഇവിടെ ഡെസീനെയാണെങ്കിൽ ഹാൻഡ് കഫ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ റോബറയാണ്. ഗൈസ്, എനിക്ക് എന്തൊക്കെയോ ഡൗട്ടുണ്ട്. ഈ ഡെയിൻ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? ഇത്രയും വലിയ സ്റ്റേഷ് കണ്ടെടുക്കുമ്പോൾ മേളിലോട്ട് റിപ്പോർട്ട് ചെയ്യണ്ടേ? എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും ബാപ്റ്റൈസിനും സെലസാറിനും ഒന്നും പറയാനില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ പഴയൊരു കാറ് കാണുന്നത്. ഇത് കണ്ടേക്ക് വേഗം തന്നെ ആ കാറിനെ ഇവരുടെ ഫ്രണ്ടിലോട്ടിടുന്നു. എങ്ങാനും ഷൂട്ടൗട്ട് ഉണ്ടായ ഒരു കവർ വേണ്ടേ? അങ്ങനെ ഡെയിനും ബയേണും കൂടെ അകത്തേക്ക് വരുന്നു. വരികയെന്ന് മാത്രമല്ല, റോയോട് പുറത്ത് വാച്ച് ചെയ്യാനാണ് പറയുന്നത്. എന്നാൽ ഇവർക്ക് ആർക്കും അറിയാത്തൊരു രഹസ്യം റോക്കുണ്ടായിരുന്നു. അവൻ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു ബേണർ ഫോണുണ്ട്. അതെടുക്കുന്നു, തൻ്റെ ചീഫിന് മെസ്സേജ് അയക്കുന്നു. ഇതേ സമയം ഡെയിൻ ഡെസീനെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യുന്നു. സാറേ, എനിക്കൊന്നും അറിയില്ല. കുറച്ച് ആൾക്കാർ വന്നു, ഈ ക്യാഷ് ഇവിടെ വെക്കുകയും ചെയ്തു. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. നീ എന്തിനാ എടുക്കാൻ പറ്റുന്ന ക്യാഷ് കൊടുത്ത് സ്ഥലം വിടാൻ പറഞ്ഞ്? സർ, അതേ കാര്യം അവരെന്നോടും പറഞ്ഞ്. അവരുടെ മുഴുവൻ പൈസ എടുത്താൽ അല്ലെങ്കിൽ അവരെ കൊടുക്കാൻ നോക്കിയാൽ അവർ കൊല്ലും. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ഫോൺ കോളുകൾ ഉണ്ടായിരുന്നു. അവർ വിളിക്കും, ഭീഷണിപ്പെടുത്തും. ഇൻ കേസ് പോലീസ് വന്നാൽ അവർ പറയുന്നത് പോലെ പറയാനും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഡെയിൻ ഡെസിയുടെ ഫുൾ റിപ്പോർട്ട് എടുക്കുന്നു. അപ്പോഴാണ് അങ്ങേർക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഡെസി ഒരു സാധാരണ സ്ത്രീയല്ല. പല കേസിലും പോലീസുകാർക്ക് വേണ്ടി ചാരപ്രവൃത്തി ചെയ്തിട്ടുള്ള ഒരാളാണ്. ചുരുക്കി പറഞ്ഞ ഒരു പക്ക ഇൻഫോമർ. ഈ സമയത്താണ് അവിടുത്തെ ഫോൺ അങ്ങ് റിങ് ചെയ്യുന്നത്. ഇത് കേട്ടേക്ക് ബയൺ അതങ്ങ് എടുക്കുന്നു. വേണ്ടാന്നൊരു 100 പ്രാവശ്യം പറയുന്നുണ്ട് ഡെസി. പക്ഷെ ആര് കേൾക്കാൻ? ഹലോ, ആരാ? നിങ്ങൾക്ക് 30 മിനിറ്റ് സമയം തരും. അതിനകം ആ വീട്ടിൽ നിന്ന് പുറത്തു പോയില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. വെറും 150Kയുടെ ഇൻഫോർമേഷന്റെ പേരിൽ ജീവൻ കളയണോ എന്നും പറഞ്ഞാൽ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. കാരണം വിളിച്ചവൻ പറയുന്നത് ഇൻഫോർമേഷൻ പ്രകാരം 150K എന്നാ. എന്നാൽ ഡെയിൻ ഇങ്ങേരോട് പറഞ്ഞിട്ടുള്ളത് 300K. ഡെയിൻ, സത്യം പറ, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? വിളിച്ചവൻ പറയുന്നു 150K, നീ പറയുന്നു 300K. കിട്ടിയിരിക്കുന്നതാണെങ്കിൽ 20 മില്യൺ. അതുകൊണ്ട് നിനക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ എനിക്ക് കാണണം. എന്നാൽ എത്ര ചോദിച്ചിട്ടും അങ്ങേരാ മെസ്സേജ് കാണിച്ചു കൊടുക്കുന്നില്ല. ബയൺ, ഈ ക്രൈം സീൻ റൺ ചെയ്യുന്നത് ഞാനാ. സോ ഞാൻ പറഞ്ഞത് മാത്രം കേൾക്കുക. എനിക്കേ ഇപ്പം നല്ല സംശയമുണ്ട്. ഈ 20 മില്യൺ കൈക്കലാക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ അതിവിടെ വെച്ച് നിർത്തിക്കോ. നീയായിട്ട് മേജറിനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ വിളിക്കും എന്നും പറഞ്ഞ് ദേഷ്യത്തിലാണ് പുള്ളിക്കാരൻ പുറത്തേക്ക് പോകുന്നത്. ഡെസിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടാകെ പേടിച്ചിരിക്കുകയാണ്. അവൾക്ക് ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് ഒരു പിടുത്തവുമില്ല. അങ്ങനെ ഡെയിൻ ആ മെസ്സേജ് എടുത്തു നോക്കുന്നു. അപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത്. മരിക്കുന്നതിന് മുമ്പ് ജാക്കി അയച്ചൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജാണ് ഈ മെസ്സേജ്. അതുമാത്രമല്ല, അവൾക്ക് ഇൻഫർമേഷൻ കൊടുത്തിരുന്നൊരു സ്ത്രീയുണ്ട്. ജാക്കി മരിക്കുന്നതിന് മുമ്പ് ഫോൺ കോളിലുണ്ടായിരുന്ന അതേ സ്ത്രീ. അത് വേറെ ആരുമല്ല, സാക്ഷാൽ ഡെസിയാണ്. ഇവിടെ ക്യാഷ് എണ്ണലാണെങ്കിൽ തകൃതിയായിട്ട് പോകുന്നു. ഇത്രയും ക്യാഷ് കാണുമ്പോൾ സെലസാറിനും ബാപ്റ്റൈസിനും ചെറിയൊരു മോഹം. ഇവരെല്ലാവരും ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആണ്. അപ്പം പിന്നെ മോഹം ഇല്ലാണ്ടിരിക്കുമോ? ഇതേ സമയം ബയൺ DEA ഏജന്റായ അലക്സിനെ വിളിക്കുന്നു. കാര്യം പറയുന്നു. അലക്സെ, ഡെയിൻ്റെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയോ പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ട്. എടാ, ജാക്കി മരിക്കുന്നതിന് മുമ്പ് നിന്നോടൊരു സ്റ്റേഷ് ഹൗസിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ സ്റ്റേഷ് ഹൗസ് ഇതാണേലോ. മിക്കവാറും ഈ സ്റ്റേഷ് ഹൗസിൻ്റെ കാര്യം ഡെയിനോടും പറഞ്ഞിട്ടുണ്ടാവും.
അങ്ങേരാണെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. മകൻ്റെ മരണം, മെഡിക്കൽ ബിൽസ്, കടങ്ങൾ, ചുരുക്കി പറഞ്ഞ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നിലേക്കാണ് ഡെയിൻ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതൊരു ഊഹം മാത്രമാണ് കേട്ടാ. ഈ ക്യാഷ് കൈക്കലാക്കാൻ വേണ്ടി ജാക്കിയെ അവൻ തന്നെ കൊന്നതാണേലോ. ഇത് കേട്ടേക്ക് ബയേണിനാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ ഒന്നും അറിയില്ല. അലക്സേ, ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ച് കാര്യം പറഞ്ഞാലോ? നീ വെറുതെ മണ്ടത്തരം കാണിക്കല്ലേ. FBI ഓൾറെഡി നിങ്ങളോട് ഭയങ്കര ചുരുക്കുണ്ട്. നീ ഇപ്പം തൽക്കാലം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വരാം. അതുവരെ സൂക്ഷിക്കണം. ഇതേ സമയം റോ പുറത്ത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. എബാൻഡനായിട്ട് കിടക്കുന്ന ഈ സ്ട്രീറ്റിൽ ലൈറ്റുകൾ വരാൻ തുടങ്ങുന്നു. അതും ഓരോ വീടുകളിലും ഒരേ സമയത്ത് ലൈറ്റ് വരുന്നു. പിന്നെ പോരാത്തതിന് ഒരൊറ്റ വീട്ടിൽ മാത്രം ലൈറ്റ് ബ്ലിങ്ക് ആവാൻ തുടങ്ങുന്നു. ഇത് കണ്ടേക്ക് റോ വേഗം തന്നെ ബയേണിന് കാണിച്ചു കൊടുക്കുന്നു. ആ ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റ് ഒരു പാറ്റേൺ ആണ്. മോഴ്സ് കോഡ് എന്നാണ് പോലീസ് ഭാഷയിൽ അതിനെ പറയുക. ആ കോഡ് ഡീകോഡ് ചെയ്യുമ്പോൾ പന്നികൾ എന്ന വാക്കാണ് കിട്ടുന്നത്. സോ ആരാണോ ഇവരെ ഭീഷണിപ്പെടുത്തുന്നത് അവർ തൊട്ടടുത്തുണ്ട്. ഇത് മനസ്സിലാക്കിയ ബയേൺ എത്രയും വേഗം ഡെയിനെ കാര്യങ്ങൾ അറിയിക്കാൻ പറയുന്നു റോയോട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെയിൻ മേജറിനെ വിളിക്കുന്നത്. എന്നാൽ 20 മില്യൻ്റെ കാര്യം അങ്ങേര് പറയുന്നില്ല. പകരം 150K പിടിച്ചെടുത്തുന്ന ഡെയിൻ പറയുന്നത്. ഇതെല്ലാം ഡെസി കേൾക്കുന്നുണ്ട്. സോ ഇതിൽ നിന്ന് അവൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടെയുള്ള 20 മില്യൺ ഒരുമിച്ച് വിഴുങ്ങാനാ ഡെയിനിൻ്റെയും സെലസാറിൻ്റെയും ബാപ്റ്റൈസിൻ്റെയും പ്ലാൻ. അങ്ങനെ റോ അകത്തോട്ട് വരുന്നു. ഈ സമയത്ത് ഡെസി പറയാണ്, റോ നിന്നെ മാത്രമേ എനിക്കിപ്പോൾ വിശ്വാസമുള്ളൂ. ആ ഡെയിനും അകത്തുള്ള പോലീസുകാരും ചേർന്ന് ആ ക്യാഷ് കൊള്ളയടിക്കാനാ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളുടെ മേജറിനോട് 150K എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ടേക്ക് റോ ആണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് ഡെയിൻ അങ്ങോട്ട് വരുന്നത്. തൽക്കാലം റോ ഡെയിനോടൊന്നും ചോദിക്കുന്നില്ല. ആൻഡ് ബയേൺ പറയാൻ ഏൽപ്പിച്ച കാര്യം അങ്ങ് പറയുന്നു. അങ്ങനെ 2 പേരും കൂടെ പുറത്തേക്ക് പോകുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് അടുത്ത ഫോൺ കോൾ വരുന്നത്. ഈ ഫോൺ റിങ്ങിയുന്ന സൗണ്ട് കേട്ടേക്ക് ഹാൻഡ് കഫ് ഊരി തരാനാ ഡെസി ആവശ്യപ്പെടുന്നത്. അവൾക്ക് എങ്ങനെയും രക്ഷപ്പെടണം. അവൾക്കറിയാം എന്താണ് വരാൻ പോകുന്നതെന്ന്. ഹാൻഡ് കഫ് ഊരിയ ഓടി രക്ഷപ്പെടുകയും ചെയ്യാലോ. അങ്ങനെ ബാപ്റ്റൈസ് ഫോൺ എടുക്കുന്നു. നിങ്ങൾക്ക് 10 മിനിറ്റ് സമയമുണ്ട്. അതിനകം അവിടുന്ന് പോയില്ലെങ്കിൽ എല്ലാത്തിനെയും ഞങ്ങൾ കൊല്ലും. അങ്ങനെ ഈ സമയത്താണ് ബയേൺ മറ്റേ ബ്ലിങ്കിങ് ലൈറ്റ് വരുന്ന വീട്ടിലോട്ട് പോകുന്നത്. അവൻ പതുക്കെ മുന്നോട്ട് പോകുന്നു. ഇവിടെ റോയാണെങ്കിൽ ഡെയിൻക്ക് ആ വീട് കാണിച്ചു കൊടുക്കുന്നു. ആ സമയത്താണ് ഡെയിൻ ഒരു കാര്യം ചോദിക്കുന്നത്. റോ, നീയും ആ ഡെസിയും തമ്മിൽ എന്താ സംസാരിച്ച്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അവൾക്ക് ചെറിയൊരു ടെൻഷൻ, അത്രയേ ഉള്ളൂ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, തിരിച്ചു പോ, ബാക്കിയുള്ളവരെ സഹായിക്ക്. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോണ്ട്. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ പേടിച്ചാണ് തിരിച്ചടക്കുന്നത്. നടക്കുന്ന സമയത്ത് അങ്ങേരെങ്ങാനും ഇവനെ ഷൂട്ട് ചെയ്താലോ? പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഒരു കുഴപ്പമില്ല. അങ്ങനെ റോ തിരിച്ച് നടക്കുന്ന സമയത്ത് വീണ്ടും ചീഫിന് മെസ്സേജ് അയക്കുന്നു, എത്രയും വേഗം ഇങ്ങോട്ട് എത്താൻ പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബയേൺ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അങ്ങേർക്ക് പിന്നാലെ ഗണ്ണും കൊണ്ട് ഒരുത്തം വരുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു. എന്നാൽ ഡെയിൻ മാത്രമാണ് തിരിച്ചു വരുന്നത്. കൂടെ ബയേണില്ല. അത് മാത്രമല്ല, ഇവരെല്ലാവരും ചേർന്ന് പൈസയെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ബാഗുകളിലേക്ക് മാറ്റുന്നു. ചുരുക്കി പറഞ്ഞ മോഷ്ടിക്കാൻ തന്നെയാണ് പ്ലാൻ. ഇതൊക്കെ കണ്ടിട്ട് റോക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. പെട്ടെന്നാണ് മുഴുവൻ ലൈറ്റും അങ്ങ് ഓഫാവുന്നത്. പെട്ടെന്നാണ് ഇവർക്കെതിരെ ചറപറാന്ന് ബുള്ളറ്റ് വരുന്നത്. ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാണ്ട ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. ഇവർ തിരിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും യാതൊരു കാര്യമില്ല. എവിടെ നിന്നാണ് ബുള്ളറ്റ് വരുന്നതെന്ന് അറിഞ്ഞാലല്ലേ ഷൂട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഈ സമയത്താണ് സെലസാറിന് വെടിയേൽക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് കാലിനാണ് കൊള്ളുന്നത്. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അങ്ങനെ ഡെയിനും റോയും കൂടെ രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. അവരുടെ കാറുകളെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. സോ ഇവിടുന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് മറ്റൊരു വണ്ടിയുടെ ആവശ്യമുണ്ട്. അപ്പോഴാണ് ബ്ലാക്ക് സ്യൂട്ടും ധരിച്ച് 2 പേര് ഇവർക്കെതിരെ ഷൂട്ട് ചെയ്യുന്നത്. ഇവരാണേലോ പിന്നാലോടുന്നു. അവന്മാരാണെങ്കിൽ നല്ല പക്ക പ്രൊഫഷണൽസാണ്. റൂഫിൻ്റെ മുകളിലൂടെ ഓടിയിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു വണ്ടി വരുന്നു, അതിൽ കയറുന്നു, രക്ഷപ്പെടുന്നു. അവരെ പിടിക്കാൻ ഡെയിനും സംഘത്തിനും സാധിച്ചില്ല. ഈ സമയത്താണ് ഇവരുടെ ഫ്രണ്ടിലോട്ട് സാക്ഷാൽ ബയേൺ വരുന്നത്. കൂടെ കാർട്ടലിലുള്ള ഒരാളും കൂടെയുണ്ട്. എന്നാൽ ഈ ഡ്രഗ് കാർട്ടലല്ല ഇവരെ അറ്റാക്ക് ചെയ്യുന്നത്. അതാരാന്നും എന്താണെന്നും അവർക്കറിയില്ല. അങ്ങനെ ഇയാളുടെ ബോസിനെ വിളിച്ചു കൊടുക്കുന്നു. സാറേ, ഞങ്ങളല്ല നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത്. ആൻഡ് ആ കാശ് അത് ഞങ്ങൾക്ക് വേണ്ട. അതിൻ്റെ പുറകെ ഇപ്പോൾ വേറെ ആൾക്കാരുണ്ട്. അതാരാന്നും എന്താണെന്നും ഞങ്ങൾക്കറിയാം. പക്ഷെ പറയാൻ ഞങ്ങളെ കൊണ്ടാവില്ല. ഞങ്ങൾക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ ക്യാപ്റ്റനെ അറിയോ? ജാക്കി. അറിയാം. അവളെ കൊന്നതാരാന്നറിയോ? ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ പറയാൻ താല്പര്യമില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, കാർട്ടൽസ് അല്ല അവളെ കൊന്നത്, പോലീസാണ്. ഇതൊക്കെ കേട്ടിട്ട് ഇവരാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. കാശിൻ്റെ ഉടമകളായ ഡ്രഗ് കാർട്ടൽ ആരെയോ ഭയന്ന് ആ ക്യാഷ് വേണ്ടാന്ന് വെക്കുന്നു. 20 മില്യനൊക്കെ വേണ്ടാന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ഏതോ വലിയ കൈകളുണ്ട്.
അതുകൊണ്ട് മാത്രമല്ല അവരാ ക്യാഷ് വേണ്ടാന്ന് നോക്കുന്നത്. ഇപ്പം ഇവിടെ 5 പോലീസുകാരുണ്ട്. അവരെയും കൊന്ന് ക്യാഷ് കൈക്കലാക്കാൻ നോക്കിയാൽ അത് ഇതിനേക്കാൾ വലിയ തലവേദനയാണ്. പിന്നെ ഈ കേസ് ഒതുക്കി തീർക്കാനായിട്ട് 20 മില്യൺ പോരാണ്ട് വരും. അങ്ങനെ അവർ 3 പേരും കൂടെ തിരിച്ചു കയറുന്നു. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളവരോട് പറയുന്നു. ഇത് കേട്ടേക്ക് സെലസാറ് പറയാണ്, സാറേ, ക്യാഷിന് വേണ്ടിയിട്ട് ആരും വരുന്നില്ലെങ്കിൽ ഇത് നമുക്കെടുത്തൂടെ? എത്രയാണോ ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് അതുമാത്രം മേളിലോട്ട് റിപ്പോർട്ട് ചെയ്താൽ പോരെ? അതിന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല. കറക്റ്റ് അല്ലേ ഡെയിൻ? ഇത് കേട്ടേക്ക് ഡെയിൻ ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഡെയിൻ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നതെന്നറിയോ? നമ്മളുടെ ക്യാപ്റ്റനായ ജാക്കി ഈ ക്യാഷിനെ കുറിച്ച് അറിഞ്ഞു. സെക്കൻഡ് കമാൻഡർ എന്ന നിലക്ക് അവൾ നിന്നോടും പറഞ്ഞു. ക്യാഷ് പിടിച്ചെടുക്കാൻ അവൾ ശ്രമിച്ചപ്പോൾ നീയും നിന്റെ ആൾക്കാരും കൂടെ അവളെ കൊന്നു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ 20 മില്യൺ സ്വന്താക്കാൻ വന്നിരിക്കുന്നു. ആൻഡ് നീ ഒരു കറപ്റ്റഡ് പോലീസുകാരനാണ്. അപ്പം നീയോ ബ്ലിങ്കിങ് ലൈറ്റുള്ള വീടും തേടിപ്പോയിട്ട് 1/2 മണിക്കൂറായി. അതിൻ്റെ ഇടയിലായിരുന്നു ഷൂട്ട് ഔട്ട്. എല്ലാവരും രക്ഷപ്പെട്ടതിന് ശേഷം ഏതോ ഒരു കാർട്ടലുമായിട്ട് നീ പുറത്തേക്ക് വരുന്നു. അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഞങ്ങളെയും കൊന്ന് ഈ ക്യാഷ് കൈക്കലാക്കാനായിരുന്നു നിന്റെ ലക്ഷ്യം എന്ന് ഞാൻ പറഞ്ഞാലോ? എന്നും പറഞ്ഞ് രണ്ടും കൂടെ വമ്പനടി. ഒരു വിധത്തിലാണ് എല്ലാവരും കൂടെ പിടിച്ചു മാറ്റുന്നത്. 2 പേർക്കും ഭ്രാന്ത് കയറിയിട്ടാണ് നിൽക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയുന്നില്ല. പക്ഷെ ഒന്നുറപ്പാ, റോ ഒഴികെയുള്ള എല്ലാവർക്കും ഈ ക്യാഷിൻ്റെ മുകളിലാണ് കണ്ണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന തൻ്റെ ബേണർ ഫോൺ കാണുന്നില്ല. നേരത്തെ കണ്ട പിടിവലിയിൽ നഷ്ടപ്പെടാനാ ചാൻസ്. അതെങ്ങാനും ബാക്കിയുള്ളവർക്ക് കിട്ടിയാൽ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോവും. പിന്നെ അവനൊന്നും നോക്കിയില്ല, നൈസായിട്ട് ഗ്യാരേജിന് അങ്ങ് തീയിടുന്നു. പക്ഷെ ഇതൊന്നും ബാക്കിയുള്ളവരറിയുന്നില്ല. ഇതേ സമയം ബയൺ അലക്സിനെ വിളിക്കുന്നു, എത്രയും പെട്ടെന്ന് എത്താൻ പറയുന്നു. എന്നിട്ട് ആർക്കോ മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ ഡെയിനും സംഘവും ക്യാഷ് എല്ലാം ബാഗിലാക്കി സെറ്റാക്കി വെക്കുന്നു. ഇനി ഇവർക്ക് പുറത്തു കടക്കാൻ ഒരു വണ്ടി വേണം. അവിടെയാണെങ്കിൽ ആകെ കൂടെ ഡെസിയുടെ തുരുമ്പെടുത്ത കാറ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോ ഉണ്ടാക്കിയ തീ പടർന്ന് പിടിക്കാൻ തുടങ്ങുന്നത്. പിന്നെ അവരൊന്നും നോക്കിയില്ല, ഡെസീനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് അലക്സ് അങ്ങോട്ടെത്തുന്നത്. ഇത് കണ്ടേക്ക് ഡെയിനാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. ഇങ്ങേരെയും പറ്റിച്ച് പൈസ കൈക്കലാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ആൻഡ് ഇവൻ നല്ലവനാണ് അലക്സിനെ പ്രൂവ് ചെയ്ത് കൊടുക്കണം. സോ പിടിച്ചെടുത്ത 20 മില്യൺ അലക്സിൻ്റെ മറ്റേ ടാങ്ക് ഉണ്ടല്ലോ അതിൻ്റെ അകത്തോട്ടങ്ങ് വെക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ളവരോട് കൂടെ വരണ്ടാന്നാണ് പറയുന്നത്. അതാവുമ്പോൾ അലക്സിനെ മാത്രം തീർത്താൽ മതി. എന്നാൽ ബയൺ സമ്മതിക്കുന്നില്ല. അവൻ റോയിനെയും വിളിച്ച് വണ്ടിയിലോട്ട് കയറുന്നു. അതുകൊണ്ട് ഡെയിനിൻ്റെ പ്ലാൻ പിന്നെയും പാളി. ഇതൊക്കെ കണ്ട് സെലസാറിനും ബാപ്റ്റൈസിനും ആണെങ്കിൽ ഭ്രാന്ത് കയറുകയാണ്. അവരിത്രയും കഷ്ടപ്പെട്ടിട്ടും യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ക്യാഷും കൊണ്ട് ഡെയിൻ പോയി. ഇനി അഥവാ ബാക്കിയുള്ളവരെ തീർത്തതിന് ശേഷം ഇവർക്ക് ഷെയർ കൊടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയില്ല. അങ്ങനെ അവർ യാത്ര തിരിച്ചു. ഡെയിൻ, ബയൺ, അലക്സ്, റോ ഇവർ 4 പേരും ക്യാഷിൻ്റെ കൂടെ ആ ടാങ്കിനകത്താണ് യാത്ര ചെയ്യുന്നത്. ഈ സമയത്താണ് ഡെയിൻ ഗണ്ണങ്ങ് റെഡിയാക്കി വെക്കുന്നത്. അവൻ മാത്രമല്ല എല്ലാവരും. അപ്പോഴാണ് ബയൺ മേജറിന് മെസ്സേജ് അയക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്നത്. മെസ്സേജ് അയക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടേക്ക് റോ പറയാണ്, അവൻ പറഞ്ഞിട്ടൊന്നുമില്ല, ഇവൻ കള്ളനാ. എൻ്റെ പൊന്നു റോ, ഞാനാണോ കള്ളൻ അതോ നീയാണോ? ഈ ചോദ്യം ചോദിക്കുന്നത് ഡെയിൻ ഒറ്റയ്ക്കല്ല, ബയണും കൂടിയിട്ടാ. അവിടെ വെച്ചിട്ടാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത്. ഇത്രയും നേരം നമ്മൾ കണ്ട് ബയേണും ഡെയിനും കൂടെ നടത്തിയ ഒരു ഡ്രാമയാണ് ജാക്കിയുടെ കൊലയാളിയെ കണ്ടെത്താനുള്ള ഡ്രാമ. ജാക്കി അയച്ച മെസ്സേജ് പ്രകാരം ക്യാഷ് കണ്ടെത്താനായിട്ട് ഡെയിനും സംഘവും ഇറങ്ങിത്തിരിക്കുന്നു. എന്നാൽ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് ഡെയിന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരോടും ഓരോ എമൗണ്ടാണ് പറയുന്നത്. ബയേണിനോട് 300, സെലസാറിനോട് 250, ബാപ്റ്റൈസിനോട് 70. എന്നാൽ റോഡോട് മാത്രമാണ് 150K എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെസിയുടെ വീട്ടിലോട്ടൊരു കോള് വരുന്നത്. നിങ്ങളുടെ ഇൻഫർമേഷൻ പ്രകാരമുള്ള 150K എടുത്തിട്ട് എത്രയും വേഗം പുറത്ത് കടക്കാൻ നോക്ക്. അതായിരുന്നു ആ ഫോൺ കോൾ. 150K എന്ന എമൗണ്ട് ഒരാളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് റോ. എല്ലാവർക്കും ഒരേപോലെയാണ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 150K ഓക്കെ ആണ്. എന്നാൽ എമൗണ്ട് പോലും അറിയാത്ത ഇൻഫർമേഷനാണ് ഡെയിന് കിട്ടിയിട്ടുള്ളത്. സോ ജാക്കിയുടെ മരണത്തിൽ റോക്ക് പങ്കുണ്ടെന്ന് ഡെയിന് മനസ്സിലായി. പിന്നെ ഡെയിൻ ഒന്നും നോക്കിയില്ല. ഡെസി കേൾക്കാനായിട്ട് മേജറിനെ വിളിക്കുന്നത് പോലെ അഭിനയിക്കുന്നു. സെലസാറിനോടും ബാപ്റ്റൈസിനോടും കാര്യം പറയുന്നു. എന്നിട്ട് അവർ മുഖേന ഡെസി കേൾക്കാൻ വേണ്ടി അവരെല്ലാവരും കൂടെ കൊള്ളയടിക്കുന്നത് പോലെ അങ്ങ് അഭിനയിക്കുന്നു. ഡെസിക്കാണെങ്കിൽ റോയോടാണ് വിശ്വാസം. അതുകൊണ്ട് ഡെസി എന്തായാലും റോയോട് സൂചിപ്പിക്കും. റോയാണേലോ ആരാണോ അവൻ്റെ ആൾക്കാർ അവരോട് പറയും. അങ്ങനെ ഡെയിൻ വേഗം തന്നെ ബയേണിനെയും തേടി ബ്ലിങ്കിങ് ലൈറ്റ് എത്തുന്ന വീട്ടിലോട്ട് പോകുന്നു. ബയേണിൻ്റെ പുറകെ വന്ന നിഴല് ഡെയിനായിരുന്നു. അവൻ വരാന്ന് മാത്രമല്ല ഇക്കാര്യങ്ങളെല്ലാം ബയേണിനെ അറിയിക്കുന്നു. പിന്നീട് ഇവർ തമ്മിലുള്ള തർക്കങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർ നടത്തിയ ഡ്രാമ മാത്രമാണ്. ആ തല്ലിൻ്റെ ഇടയിൽ റോയുടെ ബേണർ ഫോണും കിട്ടി.
സോ അവരുറപ്പിച്ചു. ഈ വീട്ടിലേക്ക് വിളിച്ചതും അവരെ ഭീഷണിപ്പെടുത്തിയതും റോയാണ്. അതുകൊണ്ട് റോക്ക് മനസ്സിലായി താൻ പെട്ടുവെന്നുള്ളത്. എന്നാൽ ഇവന്റെ ഫോണിൽ കുറെ മെസ്സേജ് ഉണ്ട്. ചീഫ് എന്ന പേരിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നമ്പർ, അതിലേക്കാണ് മെസ്സേജ് എല്ലാം പോയിരിക്കുന്നത്. പിന്നെ അവരൊന്നും നോക്കിയില്ല, ആ ഫോണിലേക്ക് അങ്ങ് റിങ് ചെയ്യുന്നു. അത് വേറെ ആരുമല്ല, സാക്ഷാൽ അലക്സ് ആയിരുന്നു. അങ്ങേരാണ് റോയുടെ ചീഫ്. അവർ രണ്ടുപേരും കൂടെയാണ് ജാക്കിയെ കൊന്നത് ഈ ക്യാഷ് കൈക്കലാക്കാൻ വേണ്ടി. പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ്. എന്നാൽ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ടാങ്കിൻ്റെ ഡ്രൈവർ ഇവർക്കെതിരെ ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ ബയൺ അവനെ അങ്ങ് തീർക്കുന്നു. അപ്പോഴാണ് രണ്ടാമത്തെ ഡ്രൈവർ അങ്ങ് അകത്ത് കയറുന്നത്. അതും നേരത്തെ കണ്ട അതേ വീക്കേറ്റ് ഓഫീസർ. അങ്ങനെ അയാളും അലക്സും കൂടെ ഇവരെ പിടിച്ചു വെക്കുന്നു. ഈ സമയത്താണ് ബയണിനൊരു കോൾ വരുന്നത്. അതും അവൻ്റെ ബ്രദറിൻ്റെ. നേരത്തെ അലക്സ് വിളിച്ചപ്പോൾ തന്നെ ആർക്കും മെസ്സേജ് അയച്ചിരുന്നല്ലോ, അത് ഡെല്ലിനായിരുന്നു. ആൻഡ് അവൻ്റെ ലൈവ് ലൊക്കേഷനാണ് അയച്ചിരിക്കുന്നത്. ബ്രദറിന് വേണ്ടി ഒരു പടയനെയും കൊണ്ടാണ് പുള്ളിക്കാരൻ വന്നിട്ടുള്ളത്. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങേരാണെങ്കിൽ കിളി പറന്നിട്ടാണ് നിൽക്കുന്നത്. ഈ സമയത്താണ് റോ രണ്ടും കൽപ്പിച്ച് ഗണ്ണെടുക്കുന്നത്. പടാന്നാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടിയിലാണെങ്കിൽ കുറേ ക്യാഷ് ഉണ്ട്. 3-4 ബാഗുകളിലാക്കിയിട്ടാണ് ക്യാഷ് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ബാഗ് എടുക്കുന്നു, രക്ഷപ്പെടാൻ നോക്കുന്നു. ഇത് കണ്ടേക്ക് അലക്സ് അവൻ്റെ ഗണ്ണുകൊണ്ട് ആ ടാങ്കിൻ്റെ ഉള്ളിൽ വെച്ച് ചറ പറന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഡെയ്ൻ ആൻഡ് ബയൺ വേഗം തന്നെ പുറത്തടക്കുന്നു. ആ ഒരു ഗ്യാപ്പിൽ ടാങ്കും കൊണ്ട് രക്ഷപ്പെടുകയാണ് അലക്സ്. ഇത് കണ്ടേക്ക് ബയണാണെങ്കിൽ വേഗം തന്നെ ഡെല്ലിന്റെ കാർ എടുക്കുന്നു, പിന്നാലെ പോകുന്നു. ഡെയ്നാണേലോ റോഡ പിന്നാലെയും പോകുന്നു. അങ്ങേരാണെങ്കിൽ ഏതോ കാട്ടിലേക്കാണ് ഓടിപ്പോകുന്നത്. അങ്ങനെ അലക്സും ബയണും കൂടെ ഗംഭീര ചേസാണ് നടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഒരു വിധത്തിൽ ടാങ്കിന്റെ പുറകിൽ പോയിട്ട് അങ്ങ് ഇടിക്കുകയാണ് ബയൺ. അലക്സ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ വിട്ടുകൊടുക്കുന്നില്ല. ആ ടാങ്കിനെ അവന്റെ കാർ ഉപയോഗിച്ച് ഉന്തിക്കൊണ്ട് പോവുകയാണ്. ഇതേ സമയം ഡെയ്ൻ റോനെ പിടികൂടുന്നു. പിന്നെ അവിടെ രണ്ടും കൂടെ ഗംഭീര ഫൈറ്റാണ്. ഇതിൻ്റെ ഇടയിലാണ് ബയന്റെ കൺട്രോൾ പോകുന്നത്. എന്നാൽ അയാൾ വിട്ടുകൊടുക്കുന്നില്ല. തൻ്റെ കാമുകിയെ കൊന്നതിനുള്ള പക അയാൾക്ക് നല്ലോണുണ്ട്. സോ പിന്നാലെ പിടിക്കുന്നു, ഷോട്ട് ഗൺ എടുക്കുന്നു, ടാങ്കിന്റെ ടയർ അങ്ങ് പൊട്ടിക്കുന്നു. അതോടുകൂടെ ഒരു പാലത്തിന്റെ മേളിൽ നിന്ന് ആ ടാങ്ക് നേരെ താഴേക്ക് വീഴുന്നു. എന്തോ ഭാഗ്യത്തിന് അലക്സ് മരിച്ചിട്ടില്ല. ഡെയ്നാണേലോ ഒരു വിധത്തിൽ റോനെ കൺട്രോളിലാക്കുന്നു. ബയൺ ഈ ക്യാഷ് നമുക്ക് ഷെയർ ചെയ്യാം. ഇതേ സെയിം ഡയലോഗാണ് റോയും പറയുന്നത്. ഇത് കേട്ടേക്ക് ഡെയ്നും ബയണും ആ ബാഗ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. അതിനകത്ത് ക്യാഷൊന്നുമില്ല, വെറും ആക്രി മാത്രം. ചുരുക്കി പറഞ്ഞ ടാങ്കിലേക്ക് കയറ്റിയിട്ടുള്ളത് ക്യാഷല്ല. അങ്ങനെ ബയൺ അവൻ്റെ പ്രതികാരം തീർക്കുന്നു. എന്നാൽ ഡെയ്ൻ റോനെ അറസ്റ്റ് ചെയ്യുന്നു. ഇനി ക്യാഷിൻ്റെ കാര്യം, അതെല്ലാം സേഫായിട്ട് മേജറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വയ സെലസാർ ആൻഡ് ബാപ്റ്റൈസ്. കൂടെ ഡെസി ഉണ്ടിട്ടാ. പുള്ളിക്കാരത്തിയുടെ തുരുമ്പ് പിടിച്ച കാറിലാണ് ക്യാഷ് എത്തിക്കുന്നത്. അതും കൃത്യമായിട്ടുള്ള കണക്കടക്കം കൊടുക്കുന്നു. സോ എല്ലാം സേഫ്. അങ്ങനെ എല്ലാവരും ഹാപ്പി. ഇത്രയും വലിയൊരു ഇൻഫർമേഷൻ പോലീസിന് കൊടുത്തതിൻ്റെ പേരിലും ഗ്രാൻഡ് മദറിൻ്റെ വീട് കത്തിപ്പോയതിൻ്റെ പേരിലും ഡെസിക്ക് പാരിതോഷികമായിട്ട് പിടിച്ചെടുത്ത തുകയെന്ന് 2 മില്യൺ കിട്ടുന്നു. സോ അവളും ഹാപ്പി. ഇതിൻ്റെ ഇടയിൽ ബ്രദറിനായിട്ട് ചൊരുക്കുണ്ടായിരുന്ന ബയൺ കെട്ടിപ്പിടിച്ച് അതങ്ങ് തീർക്കുന്നു. അങ്ങനെ ഈ സമയത്താണ് ഡെസി ഡെയ്നിൻ്റെ കയ്യിലെ ടാറ്റൂവിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുന്നത്. തൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് അവനോട് ചോദിച്ച ചോദ്യമാണ്, ആർ വി ദ ഗുഡ് ഗൈസ്? അതിന് മറുപടിയായിട്ട് അവൻ കൊടുത്ത അവസാന റിപ്ലൈ, വി ഓൾവേസ് വിൽ ബി. സോ എത്ര ക്യാഷ് കണ്ടാലും ഇവരുടെ കണ്ണുകൾ മഞ്ഞളിക്കാൻ പോകുന്നില്ല. അങ്ങനെ അവസാനം ഡെയ്നും ബയണും കൂടെ ജാക്കി പറഞ്ഞതുപോലെ പുതിയൊരു സൺറൈസ് കാണാൻ പോകുന്നു. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.